ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക, ശക്തനായി നിലകൊള്ളുക. ഒന്നിനും തിരക്ക് കൂട്ടരുത്, ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. നിഷ്കളങ്കമായ ഹൃദയം നഷ്ടപ്പെടാത്ത മനുഷ്യനാണ് മഹാനാകുന്നത്. ജീവിതം മുള്ളുകൾ കൊണ്ട് കനത്തിൽ വിധിച്ചിരിക്കുന്ന വഴിയാണ്. അവയിലൂടെ വേഗത്തിൽ കടന്നു പോകുകയല്ലാതെ മറ്റൊരു പ്രതിവിധിയും ഇല്ല. നമ്മുടെ ദൗർഭാഗ്യങ്ങളിൽ നാം എത്രനേരം ജീവിക്കുന്നുവോ അത്രത്തോളം നമ്മെ ദ്രോഹിക്കാനുള്ള അവയുടെ ശക്തി വർദ്ധിക്കും. നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്താണ് തെറ്റിപ്പോയത്, നമ്മൾ ഏത് കാര്യത്തിലാണ് മികച്ചു നിൽക്കുന്നത്, നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ ഏത് പ്രശ്നവും നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലത് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ. അവ പിന്തുടരുക. നേടാനോ നഷ്ടപ്പെടുത്താനോ കഴിയാത്ത ചിലതുണ്ട്. ഉള്ളുനിറയെ ഓർമ്മകൾ നൽകി പടിയിറങ്ങിപ്പോകുന്ന ചിലത്. ഏറ്റവും കഷ്ടമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. ജീവിതം ഒരു തവണ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഈ ലോകത്തിന് നിങ്ങൾ ഒരു വ്യക്തി മാത്രമായിരിക്കാം. എന്നാൽ ഒരു വ്യക്തിക്ക് നിങ്ങളാണ് അവരുടെ ലോകം. നല്ലൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങിപ്പോകുന്നത് പോലെയാണ് ചിലർക്ക്. എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ 1000 നാവാണ് താനും. നിങ്ങൾ സ്വന്തമാക്കിയ ഏത് വസ്തുവിൻ്റെയും വില നിങ്ങളുടെ ജീവിതത്തിലെ എത്ര ദിനരാത്രങ്ങൾ അത് നേടാനായി നിങ്ങൾ ചെലവഴിച്ചു എന്നതാണ്. പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ്. നിങ്ങളുടെ ചിന്തയ്ക്ക് പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അതിനപ്പുറമുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല. ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. ഒരു പ്രതിഭാശാലിയുടെ 10 നിമിഷം സഹകരിച്ചാൽ അയാൾ നമ്മുടെ സ്വന്തം ശക്തികളിൽ അതിരുകളില്ലാത്ത ആത്മവിശ്വാസം എന്ന് നമ്മെ പ്രചോദിപ്പിക്കും. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു. മുഖത്ത് മേക്കപ്പ് കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം ഉള്ളവരും നല്ല വ്യക്തിത്വത്തിനുടമകളും ആയിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് സ്വയം അറിയണമെങ്കിൽ സ്വയം മാറുക. അല്ലാത്തപക്ഷം ജീവിതം നിങ്ങളെ മാറ്റും. നിങ്ങളെ മറ്റെന്തെങ്കിലും ആകാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് നിങ്ങളായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുമായുള്ള സംഭാഷണത്തിൽ പതിവിലും കൂടുതൽ അവരുടെ കണ്ണുകൾ ചിമ്മാൻ തുടങ്ങും. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിർത്തുക. ദുർഘടമായ വഴികൾ പലപ്പോഴും മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു കപട പുഞ്ചിരിയിലൂടെ പോലും നിങ്ങൾ സന്തുഷ്ടനാണെന്ന് നിങ്ങളുടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തിക്കൊടുത്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷവാനാണെന്ന് ചിന്തിക്കുവാൻ നിങ്ങളുടെ തലച്ചോറിനെ അത് പ്രേരിപ്പിക്കും. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോവുക. തയ്യാറെടുപ്പുകളുടെ ഫലമായി അവസരങ്ങൾ എത്തിച്ചേരുന്നതിനെയാണ് ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ചില പെൺകുട്ടികൾക്ക് അവർ പ്രണയിക്കുന്ന ആളെ കുറ്റപ്പെടുത്താൻ ഒരു കാരണവും കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും അതിന് വില കൊടുക്കില്ല. നിങ്ങളുടെ സമയവും കഴിവുകളും നഷ്ടപ്പെടുത്തുന്നത് നിർത്തുക. അതിനെ കൺട്രോൾ ചെയ്യൂ. നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു. പരാജയങ്ങളിൽ മനസ്സ് മടുത്ത് പിന്മാറരുത്. പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത്. ഏതൊരു തൊഴിലിലും കഴിവുള്ള ഒരു മനുഷ്യനാകാൻ 3 കാര്യങ്ങൾ ആവശ്യമാണ്: പ്രകൃതി, പഠനം, പരിശീലനം. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു. സത്യം പറയുന്നവന് എതിരാളികളിലെത്തിക്കുന്നു. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. ആകർഷകമായ, സ്വാഗതം ചെയ്യുന്ന സംസാരം മാത്രം സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഒരു ദോഷവും വരുത്താത്ത സംസാരം സന്തോഷകരമായ കാര്യമാണ്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിൽ അല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിൽ ആണ്. നിങ്ങളെ സന്തോഷത്തോടെ മാത്രം കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. നിങ്ങൾ തന്നെയാണ് മുഴുവൻ പ്രപഞ്ചത്തിലെ മറ്റാരേക്കാളും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും അർഹിക്കുന്നത്. ശബ്ദം കുറച്ച് പലിശമായ ശൈലിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പൊതുവെ ആകർഷിക്കപ്പെടുന്നത് അവരുടെ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും ഇല്ലായ്മയും സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നല്ലതാകുമ്പോൾ അല്ല, എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ കഴിയുമ്പോഴാണ് സന്തോഷം നമ്മുടെ ഉറ്റമിത്രം ആകുന്നത്. നിങ്ങളെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമാണ്, നഷ്ടമല്ല. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. വിജയതീരം കാണും വരെ ജീവിതം കൈവരികളില്ലാതെ ഒരു വലിയ തൂക്കുപാലം പോലെയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ചുവടുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധയോടെയും വളരെ തന്ത്രത്തോടെയും ആണച്ചുപടികൾ വയ്ക്കുന്നത് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ വിജയിക്കുമോ? നിങ്ങൾ തീർച്ചയായും വിജയിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രതിരോധവും നേരിടേണ്ടി വരും, പക്ഷേ ആത്യന്തികമായി അവ നിങ്ങളെ ഏറ്റവും മികച്ചതും അതുല്യവുമാക്കുന്നു. വെള്ളത്തിൽ നിന്ന് പഠിക്കാനുള്ള മനോഹരമായ കാര്യം, ഏത് സാഹചര്യത്തിലും ഏത് രൂപത്തിലും വെള്ളം ക്രമീകരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം എന്നതും, എന്നാൽ ഒഴുകാൻ നിങ്ങളുടേതായ വഴി കണ്ടെത്തണം എന്നതുമാണ്. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്, കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. ചിലരുണ്ട്, കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്, പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോൾ ആവും മനസ്സിലാവുക, ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മളെന്ന്. എവിടെയും ജയിക്കുന്നതിന് നിങ്ങൾ ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല, എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. ഓരോ അവസരങ്ങളിലും അവൾ നിങ്ങളുടെ എല്ലാമെല്ലാമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സന്തോഷിക്കുന്നത്. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ദമ്പതികൾ തമ്മിൽ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, അവർ തമ്മിൽ സുഹൃത്തുക്കളെപ്പോലെ പഴകാൻ കഴിയാത്തതാണ് എപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു മുറിയിലേക്ക് നടന്നു പോയി അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക, ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സ്ത്രീകൾ മരങ്ങളിൽ നിൽക്കുന്ന ആപ്പിൾ പോലെയാണ്. ഏറ്റവും മികച്ചത് മരത്തിന്റെ മുകളിലാണുള്ളത്.
പുരുഷന്മാർക്ക് പൊതുവെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആപ്പിൾ വേണ്ട. കാരണം അവർക്ക് താഴെ വീഴുമോ, മുറിവുകൾ പറ്റുമോ എന്ന ഭയമാണ്. പകരം അവർക്ക് പഴുത്ത് താഴെ വീണ ആപ്പിൾ മതി. അത് കിട്ടാൻ എളുപ്പമാണ്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും. അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഊർജം.